മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ സസ്പെൻഷനിൽ സർക്കാരിനെതിരെ സിപിഐഎം പ്രതികാര നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന പ്രസ്താവന ഇറക്കി. മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചവരെ പിന്തിരിപ്പിച്ച ഉദ്യോഗസ്ഥരെ അതിന്റെ പേരിൽ വേട്ടയാടുന്നത് അംഗീകരിക്കാനാകില്ല. വിഷയം രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നത് ഒട്ടും ഉചിതമല്ലെന്നും സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ താൽപര്യത്തോടെ പോലീസിനെ ഉപയോഗിക്കുന്നെന്നും പ്രസ്താവനയിൽ. അധികാരമേറ്റാൽ ഉടൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നില്ലെന്നും പരാമർശം. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ പുതിയ സർക്കാർ തീരുമാനമെടുക്കുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്നലെ സസ്പെൻഷനിലേക്ക് വരെ എത്തുന്നതടക്കം വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നതായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ, അതായത് ഇന്നലെ ആലപ്പുഴയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഗവൺമെന്റ്മാർ അടക്കമുള്ളവർ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ്, വ്യക്തി രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സിപിഐയും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിഷയം രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നു എന്നുള്ളത്, അല്ലേ? അതാണ് ശ്രുതി. അതിനകത്ത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ രാത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഇത് ആക്രമണമല്ല രക്ഷാപ്രവർത്തനമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധക്കാർ ആക്രമണ സ്വഭാവത്തിൽ വന്നപ്പോൾ അവരെ തടയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി വിങ്ങിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇവരെ തടയുകയായിരുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ളത് എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്നതാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആ വാർത്താക്കുറിപ്പ് പ്രധാനപ്പെട്ട നേതാക്കൾ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിൽ അവർ ഉറച്ചു നിൽക്കുന്ന കാര്യം മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രതിരോധ പ്രവർത്തനം എന്ന നിലപാടിൽ തന്നെയാണ്. ഒപ്പം സർക്കാരുകൾ മാറി വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിനകത്ത് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ഈ വിഷയം അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. അവർ 5 പേരെ മുഖ്യമന്ത്രിയുടെ നിലവിലുണ്ടായിരുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അടക്കമുള്ള ആളുകളടക്കമുള്ള 5 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്ന് അടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് CPIM ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം ഈ വിഷയത്തിൽ തീർക്കുന്നത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.